ഹായ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, എന്തൊക്കെ സ്കില്ലാണ് ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിന് വേണ്ടത്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് എന്തൊക്കെ സ്കോപ്പ് ഉണ്ടായിരിക്കും, ഇതിന് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കിങ്ങനെ പ്രോംപ്റ്റ്സ് എഴുതാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ട്യൂട്ടോറിയലിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടൂൾസ്, അതായത് ChatGPT, Midjourney പോലുള്ള ടൂൾസിൽ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്വറി കൊടുത്തിട്ട് അതിനനുസൃതമായിട്ട് നമുക്ക് വേണ്ട തരത്തിലുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറയും. യുഎസിലേക്ക് ഒരു ഫ്രഷർ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിന് $300,000, അതായത് 3 കോടിയോളം രൂപ പോലും സാലറി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ അത്രത്തോളം സ്കോപ്പുള്ള, ഇനിയുള്ള വരും കാലഘട്ടത്തിൽ നല്ല ഡിമാൻഡുള്ള ഒരു തൊഴിൽ മേഖലയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാലോ, ChatGPT പോലുള്ള ജനറേറ്റീവ് AI മോഡൽസിൻ്റെ വളരെ ഇനിഷ്യൽ സ്റ്റേജസിലാണ്. അതുകൊണ്ട് തന്നെ ആ ടൂൾസ് ഒന്നും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ക്വറി ഈ ടൂൾസിന് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാവാതിരിക്കുകയും അതനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ജോബ് റോളിന് പ്രസക്തി ഏറി വരുന്നത്. പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് AI ടൂൾസിന് കൃത്യമായ ഇൻപുട്ട് നൽകി നമുക്ക് വേണ്ട തരത്തിലുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കാനായിട്ട് ഒരുപാട് ടെക്നിക്സ് അവൈലബിൾ ആണ്. സമ്മറി ടെക്നിക്സും ചെയിൻ ഓഫ് തോട്ട് ടെക്നിക്സും ഒക്കെ അവൈലബിൾ ആണ്. സോ ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ അത്തരത്തിലുള്ള ടെക്നിക്സിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ ടെക്നിക്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിന് വേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിന്റെ ജോബ് റോൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിന് ബേസിക്കലി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമുള്ള നോളജ് പോരെ, കൃത്യമായിട്ട് ഗ്രാമർ അറിഞ്ഞ് അത് സിസ്റ്റത്തിന് പറഞ്ഞു കൊടുത്താൽ പോലെ, പിന്നെ എന്തിനാണ് ഇത്രയും ശമ്പളം എന്നൊക്കെ തോന്നാം. പക്ഷേ ഇന്ന് ടെക്നോളജി എല്ലാ മേഖലകളിലും യൂസ്ഫുൾ ആയിട്ട് വരികയാണ്. എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഡോക്ടേഴ്സിന് നോട്ട്സ് അല്ലെങ്കിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പോലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഡോക്ടേഴ്സ് നോട്ട്സ് എഴുതുന്നത് അവർക്ക് ചിലപ്പോൾ സമയം കിട്ടാറുള്ളത് ഔട്ട്സോഴ്സ് ചെയ്യാറുള്ളത് പതിവായിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. സോ ചിലപ്പോൾ അവരൊക്കെ അത് ഓഡിയോ റെക്കോർഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെ കൺവേർട്ട് ചെയ്ത് ടെക്സ്റ്റ് ആക്കുക എന്ന് പറയുമ്പം അതിന് മെഡിക്കലി ഉള്ള നോളജൊക്കെ വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ടേം മനസ്സിലാക്കുന്ന മെഡിക്കൽ നോളജുള്ള സാഹചര്യം വരും. ഈ സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയുള്ള സാഹചര്യത്തിൽ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയർ മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് ഗ്രാമർ മാത്രമല്ല മെഡിക്കൽ ടേമിനെ കുറിച്ചുള്ള ടെർമിനോളജിയെ കുറിച്ചുള്ള നോളജും കൂടെ ആവശ്യമാണ്. സോ അതുപോലെ എല്ലാ മേഖലയും ഇന്റർ ഡിപ്പെൻഡ് ആയിട്ടുള്ള എല്ലാ മേഖലയിലും നമുക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഓട്ടോമൊബൈലിലാണെന്നുണ്ടെങ്കിൽ ടെക്നോളജി മേഖലയിലാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ അതാത് മേഖലകളിലെ നോളജ് വേണം, ഡൊമൈൻ നോളജ് വേണം എന്നുള്ളതാണ് ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിന് വേണ്ട രണ്ടാമത്തെ സ്കിൽ. ഫസ്റ്റ് സ്കില്ല് ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻ, എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള സ്കില്ലാണ് വേണ്ടത്. രണ്ടാമതായിട്ട് ഡൊമൈൻ നോളജാണ് വേണ്ടത്. കോഡിങ്ങോ മെഷീൻ ലേണിങ്ങോ സ്കിൽസ് ഒന്നും ആവശ്യമില്ലെന്നുണ്ടെങ്കിലും നമുക്ക് അത് എങ്ങനെയാണ് ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്നത്, AI ടൂൾസ് എങ്ങനെയാണ് ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു അവയർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോജിക്കലി ചിന്തിച്ച് ക്വറീസ് കൊടുക്കാൻ പറ്റും. ആ ക്വറീസിൻ്റെ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ നടത്താനും നമുക്ക് പറ്റുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് മെഷീൻ ലേണിങ്ങിനെ കുറിച്ചൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ AI ടൂൾസിൻ്റെ വീക്ക്നെസ്സിനെയും സ്ട്രെങ്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതുകൂടാതെ AI എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് കൂടി നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അതിന് ട്യൂട്ടോറിയലിലോട്ട് കിടക്കാം. അതിന് ടെക്നിക്സ് എന്താണെന്ന് നോക്കാം. നമ്മളിനി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അത് മെയിനായിട്ട് നമ്മൾ 4 ടൈപ്സ് ഓഫ് പ്രോംപ്റ്റുകളെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. നമ്പർ 1, കോണ്ടന്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ടൈപ്പ് പ്രോംപ്റ്റ്സ് ഉപയോഗിക്കാം. സെക്കൻഡ് 1, എഫിഷ്യൻറ്റും എഫക്റ്റീവായിട്ടുള്ള പ്രോംപ്റ്റ്സിന് എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്. ദെൻ പ്രോംപ്റ്റ് ചെയ്യാനുള്ള ജനറൽ ടിപ്സ്, ദെൻ അഡ്വാൻസ്ഡ് പ്രോംപ്റ്റിങ്, അതിൻ്റെ കുറച്ച് സ്ട്രാറ്റജീസ് ഒക്കെയാണ് നമ്മളിതിൽ കവർ ചെയ്യുന്നത്. അതിനകത്ത് കോണ്ടന്റ് മാനേജ്മെൻറ്റിന് എന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ലാർജ് ഡോക്യുമെൻ്റ് എടുക്കുകയാണെന്ന് കരുതുക. ഞാനിപ്പം വിക്കിപീഡിയ കാണുന്ന ഇത് തന്നെ എടുക്കുകയാണ്. ഇത് തന്നെ എടുത്തിട്ട്
നമുക്ക് പ്രോംപ്റ്റ് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ ബ്ലോഗിൻ്റെ സമ്മറി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതെന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വെച്ച് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ChatGPT എന്ന ടൂളാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ ChatGPT എന്ന ടൂള് ഓപ്പൺ ആക്കി അതിൽ ന്യൂ ചാറ്റ് എടുത്തു. എന്നിട്ട് നമുക്കിവിടെ മെക്കിൻസിയുടെ വാട്ട് ഈസ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ബ്ലോഗ് കണ്ടു. സോ ഞാനത് കോപ്പി ചെയ്യാണ്. എന്നിട്ട് ക്യാൻ യു summarize the following text എന്ന് കൊടുത്ത് ഷിഫ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കെന്താണ് നമ്മൾ കൊടുത്ത ഇത്രയും വലിയ ടെക്സ്റ്റിൻ്റെ സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് വേറെ യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ പ്രോംപ്റ്റിൽ നിന്നിട്ട് ചോദിക്കുകയാണ് ക്യാൻ യു ക്ലാസിഫൈ ദ ഫോളോയിങ് ടെക്സ്റ്റ് ബേസ്ഡ് ഓൺ കാറ്റഗറീസ്. സോ ഞാൻ അങ്ങനെ കാറ്റഗറി ആയിട്ടാണ് ടെക്സ്റ്റ് ചെയ്യാൻ അത് ചോദിക്കുന്നുണ്ട്. ഞാനപ്പം നേരത്തെ എടുത്ത ഈ ടെസ്റ്റിനെടുത്തു. ക്ലാസിഫൈ ബിലോ ഹെഡിങ്സ് ബേസ്ഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറയാണ്. അതെങ്ങനെ ക്ലാസിഫൈ നമുക്ക് നോക്കാം. സോ ഇൻട്രൊഡക്ഷൻ ടു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എക്സ്പെക്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഹെഡിങ് വൈസ് എന്താണ് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്ത് സമ്മറി ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. വേറെ യൂസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ആണ്. നമുക്ക് ഒരു ലാംഗ്വേജിൽ നിന്ന് വേറൊരു ലാംഗ്വേജിലോട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. Can you translate the above text to ഇപ്പോൾ ഇംഗ്ലീഷിലാണ് നമുക്ക് ഇത് ലാംഗ്വേജ് അറിയാം. മലയാളം തന്നെ മലയാളം അത്ര അക്യൂറേറ്റ് അല്ല, അതുകൊണ്ട് മലയാളം കൊടുക്കുന്നില്ല. നമുക്ക് സ്പാനിഷോ ജർമ്മനോ അങ്ങനെ കൊടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ കൊടുത്തതിന് ഓട്ടോമാറ്റിക്കലി എന്താണ് അത് സ്പാനിഷിലോട്ട് കൺവേർട്ട് ചെയ്തത്. സോ ഇത് വേറൊരു യൂസ് കേസ് ആണ് നമുക്ക് ChatGPT-യുടേത്. സോ നമുക്കിതെല്ലാം എന്താണ് നമുക്ക് ടെക്സ്റ്റ് ജനറേഷനോ ടെക്സ്റ്റ് കംപ്ലീഷനോ കൊടുക്കാം. അതിനായിട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഈസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സോ അങ്ങനെ കൊടുത്ത് നമുക്ക് ടെക്സ്റ്റ് കംപ്ലീഷന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ChatGPT യൂസ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ ഓർ ആൻസർ നമുക്ക് ഇവിടെയും എന്താണ് ഒരു ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് വേറെ ഒന്നുമല്ല. നമുക്കിപ്പം വേറൊരു എക്സാമ്പിൾ നമുക്ക് നോർമൽ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് ചോദിക്കാം. ഇപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആയതുകൊണ്ടായിരുന്നു ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ലേണിംഗ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് കൊടുക്കുകയാണ്. സോ
സോ അതിനുള്ള ഔട്ട്പുട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത് അതിനുള്ള ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമുക്ക് കോണ്ടന്റ് മാനേജ്മെൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു എഫക്റ്റീവും എഫിഷ്യൻറ്റും ആയിട്ട് പ്രോംപ്റ്റിന് നമുക്ക് ഡിഫറെൻറ്റ് കോണ്ടൻറ്റ്സ് കാണും, അതായത് ഇൻസ്ട്രക്ഷൻസ് കാണും, ക്വസ്റ്റ്യൻസ് കാണും, ഇൻപുട്ട് ഓർ ഡേറ്റ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് എന്താണ് നോർമലി ഒരു പ്രോംപ്റ്റിൽ കാണുന്നതിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ നിന്ന് ജർമ്മനിലോട്ട് ഹൗ ആർ യു ട്രാൻസ്ലേറ്റ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് നേരത്തെ കൊടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്ത് നമ്മുടെ എക്സാമ്പിൾ കണ്ടാണ് വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് പ്രോംപ്റ്റിംഗ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്. നമ്മൾ അത് കൊടുത്താൽ അത് പറയാൻ പറ്റും. നമുക്കൊരു ഇൻപുട്ട് ഡേറ്റ കൊടുത്തിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും. നമുക്കിപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലോഗ് തന്നെ നമുക്ക് കണ്ടെത്താം. ഞാൻ ജനറേറ്റീവ് AI ഷോർട്ട് കോണ്ടന്റ് ആണ്, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഇതും പറ്റത്തില്ല. ഓക്കെ, നമുക്ക് പിന്നെ മെക്കിൻസിയുടെ തന്നെ നമുക്ക് അതിനും എടുക്കാം. What are ChatGPT and DALL-E? Okay. So നമ്മൾ കൊടുത്ത പ്രൊവൈഡ് ടെക്സ്റ്റ് നിന്ന് ഓട്ടോമാറ്റിക്കലി എന്താണ് വാട്ട് ഈസ് ജനറേറ്റീവ് AI and how does it contribute to the content creation? Can ChatGPT and DALL-E in the context of generative ഓട്ടോമാറ്റിക്കലി 5 ക്വസ്റ്റ്യൻസ് അതിൽ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ നമുക്ക് എന്താണ് പ്രോംപ്റ്റ് ജനറേറ്റീവ് ലോങ് ഡേറ്റ കൊടുത്തിട്ട് നമുക്ക് എന്താണ് അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഇതൊക്കെയാണ് നമുക്ക് ഇൻപുട്ട് ഡേറ്റ കൊടുത്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ. ഇൻപുട്ട് ഡേറ്റ കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് പ്രോംപ്റ്റ് ഡെറൈവ് ചെയ്യുന്ന ഒരു രീതിയാണിത്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ്, അതായത് ഇൻസ്ട്രക്ഷനും ക്വസ്റ്റ്യൻസും കൊടുക്കും, ഇൻസ്ട്രക്ഷനും ഇൻപുട്ട് ഡേറ്റയും എങ്ങനെ കൊടുക്കും അതുള്ളത് നോക്കാം. ഞാൻ ബേസിക്കായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഞാൻ ബേസിക്കായിട്ട് ഇത് ഇൻസ്ട്രക്ഷൻ പ്ലസ് ഇൻപുട്ടിന് നോർമൽ ഇരിക്കുന്ന സിനാരിയോ കൊടുക്കുകയാണ്. ഞാൻ ന്യൂ ചാറ്റ് എടുത്ത് ക്യാൻ യു റൈറ്റ് എ കോളേജ് essay ഫോർ മീ. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ. ഞാനിപ്പം അതിന് വേണ്ടിയിട്ട് ക്യാൻ യു റൈറ്റ് ആൻ essay regarding college life and its importance. ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ അത് ഹെഡിങ് ഇമ്പോർട്ടൻസ് ഓഫ് കോളേജ് ലൈഫ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് എന്താണ് നോർമലി നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അതിനനുസരിച്ചിട്ടുള്ള എസ്സേ എഴുതി തരും. ബട്ട് ഇതെല്ലാം നമുക്കൊരു പർട്ടിക്കുലർ എനിക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവം. ഞാനപ്പോൾ അതിന് എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അതാണ് ഇൻസ്ട്രക്ഷൻസ് പ്ലസ് ഇൻപുട്ട് ഡേറ്റ. നമ്മൾ ഇവിടെ ഉള്ള കാര്യങ്ങൾ തന്നെ ഗിവൺ ഓക്കെ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഇൻസ്ട്രക്ഷൻ പ്ലസ് ഇൻപുട്ട് ഡേറ്റ സാമ്പിൾ ഇൻപുട്ട് ഡേറ്റ തന്നെ ഞാൻ എടുക്കുകയാണ്. എന്നിട്ടൊരു എസ്സേ എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. സോ നമ്മൾ ഇൻസ്ട്രക്ഷൻ പ്ലസ് ഇൻപുട്ട് ഡേറ്റ കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ കോളേജിൽ എന്തൊക്കെ വ്യത്യാസം വരും നമുക്ക് നോക്കാം. ഞാൻ ഇൻപുട്ട് ഡേറ്റ കൊടുക്കുകയാണ്. സോ അത് എന്നെക്കുറിച്ച് ഫ്രം ദ വൈബ്രന്റ് സ്ട്രീറ്റ്സ് ഓഫ് ബാഴ്സലോണ, സ്പെയിൻ, മൈ ഹാൻഡ് ടാപ്പസ്ട്രി ഓഫ് എക്സ്പീരിയൻസസ് ദാറ്റ് ഹാസ് ഷേപ്ഡ് not only my childhood but also my perspective on life. സോ എന്നെക്കുറിച്ച് എൻ്റെ ലൈഫിനെ കുറിച്ച് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ കൊടുക്കാം. എന്നെക്കുറിച്ചല്ല, ഞാൻ ജനറേറ്റ് ചെയ്ത പ്രോംപ്റ്റ് ആണ്, അത് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്ത ഇൻപുട്ട് അനുസരിച്ചിട്ട് അതൊരു
ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഇങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ പ്ലസ് ഇൻപുട്ട് ഡേറ്റ് കൊടുത്ത് ഇങ്ങനെ ഡെറൈവ് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ തരത്തിലുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ ഇൻപുട്ട് ഡേറ്റ കൊടുക്കും, പല തരത്തിൽ കൊടുക്കുക. ഞാനിപ്പോൾ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റിൻ്റെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതല്ല, നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇൻപുട്ട് ഡേറ്റ കൊടുത്തിട്ട് നമുക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ജനറേറ്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനും എക്സാമ്പിളും കൊടുക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഹിയർ ആർ സം എക്സാമ്പിൾസ് ഓഫ് സീരീസ് ഐ റിയലി ലൈക്ക്. ഓക്കെ, ഇവിടെ ജനറേറ്റ് ചെയ്യുന്നതാണ് ഹിയർ ആർ സം എക്സാമ്പിൾസ് ഓഫ് സീരീസ് ഐ റിയലി ലൈക്ക്. ഇപ്പോൾ ബ്രേക്കിംഗ് ബാഡും ഗെയിം ഓഫ് ത്രോൺസും മണി ഹേസ്റ്റ് എനിക്കിഷ്ടമാണ്, ടെഡ് ലേഴ്സ് എനിക്കിഷ്ടമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് എവർ ഷോ ടു യു തിങ്ക് ഐ മേ ലൈക്ക്. ജസ്റ്റ് നമുക്കിത് പ്രോംപ്റ്റ് കൊടുത്തു നോക്കാം, ഇത് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നോക്കാം. ബ്രേക്കിംഗ് ബാഡ്, ബെറ്റർ സോൾ, നാർക്കോസ്, ഓസാർക്ക്, പീക്കി ബ്ലൈൻഡേഴ്സ്, വിച്ച് സോ സ്ട്രേഞ്ചർ തിങ്സ്, ഇങ്ങനെയുള്ള സീരീസ് എനിക്ക് ലൈക്ക് എന്നാണ് അതിനകത്ത് പറയുന്നത്. സോ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനും എക്സാമ്പിളും കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിലും പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂ ഷോർട്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂ എക്സാമ്പിൾസ് കൊടുത്തിട്ട് നമ്മൾ അതിലൂടെ ഓട്ടോമാറ്റിക്കലി നമ്മളെന്താണ് നമ്മളുടെ ഡിസൈഡ് ഔട്ട്പുട്ടോട്ട് എത്തുന്ന ഒരു രീതിയാണ് ഫ്യൂ ഷോർട്ട് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസും അതിൻ്റെ ആൻസർ പാരീസ് ആണെന്ന് കൊടുക്കുന്നു. എനിക്ക് ക്യാപിറ്റൽ ഓഫ് ജർമ്മനി ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ അടുത്ത് പറഞ്ഞുതരാൻ വേണ്ടി പറയുകയാണ്. സോ നമുക്ക് ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഫ്യൂ ഷോർട്ട് പ്രോംപ്റ്റിംഗ്, ഇതൊരു അഡ്വാൻസ്ഡ് പ്രോംപ്റ്റിംഗ് ടെക്നിക്കാണ്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇനി പറയാൻ വേണ്ടി പോകുന്നത് പ്രോംപ്റ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ജനറൽ ടിപ്സിനെ കുറിച്ചാണ്. നമ്മൾ എത്രയൊക്കെ ഡേറ്റ വെച്ച് നമ്മളൊരു ടൂളിൽ ട്രെയിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും ഒരു മെഷീനാണ്, അതിന് സ്വന്തം ഡിജിറ്റൽ ക്യാപ്പബിലിറ്റി ഉള്ള. സോ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസും ക്ലിയർ ആയിട്ടും കൊടുക്കണം. അത് ഗ്രാമറും അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസും ഓരോ വേർഡും വരെ അത് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും മെഷീൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്, അതിന് അല്ലെങ്കിൽ ഔട്ട്പുട്ട് തരുന്നത്. അപ്പം വളരെ ക്ലിയർ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. നമ്മൾ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം കൊടുക്കുക. ഫ്യൂ ഷോർട്ട് പ്രോംപ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് വേണ്ട തരത്തിലുള്ള ഔട്ട്പുട്ട് വെച്ചിട്ട് എന്ത് തരത്തിലുള്ള ഔട്ട്പുട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ടിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇവിടെ കൂടുതൽ ചെയ്യുന്ന ടിപ്സ് അല്ലെങ്കിൽ പ്രോംപ്റ്റ്. സോ നമുക്ക് mRNA വാക്സിൻ സേഫാണ്, അത് റിലയബിൾ സോഴ്സസ് അതിലുള്ള ഡേറ്റ് വെച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗോള് പറഞ്ഞിട്ട് എൻ ഗോൾ പറഞ്ഞിട്ട് അതനുസരിച്ചിട്ടുള്ള പ്രോംപ്റ്റ് ഇൻസ്ട്രക്ഷൻ ജനറേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമറും കസ്റ്റമർ സർവീസ് ഏജൻറ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ടെലികോളർ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻസ് കസ്റ്റമർ ചോദിക്കാനുള്ള പോസിബിലിറ്റി ക്വസ്റ്റ്യൻസൊക്കെ അത് സിസ്റ്റം ജനറേറ്റ് ചെയ്ത് നമ്മൾ അതിനുള്ള ആൻസറും എന്ത് തരത്തിലുള്ള ആൻസർ പറയണം എന്നുള്ളതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് എന്തെങ്കിലും കോൺവെർസേഷൻസ് എനേബിൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ വോയിസിൽ കസ്റ്റമർ കൈൻഡ് ആയിട്ടുള്ള പൊളൈറ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ട് സർവീസ് ഏജൻ്റായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര റൂഡായിട്ടുള്ളൊരു ബോസായിട്ട് അല്ലേ, അങ്ങനെ തരത്തിലുള്ള ടിപ്സ് കൊടുത്തിട്ട് നമുക്കങ്ങനെ കോണ്ടൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിതല്ലാതെ പ്രോംപ്റ്റിംഗ് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാൻ ഡിഫറെൻറ്റ് പ്രോംപ്റ്റിംഗ് ടെക്നിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് നേരത്തെ കൊടുത്തായിരുന്നു, നമുക്ക് ഫസ്റ്റ് കൊടുത്താൽ ആൾ ടെക്സ്റ്റ് കൊടുത്തിട്ട് അതിനൊരു 150 വേർഡ് സമ്മറി എഴുതാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ റൈറ്റ് എ പൊളൈറ്റ് റെസ്പോൺസ്, നമ്മൾ ഒരു ഹാർഷായിട്ടുള്ള ഒരു ഇമെയിൽ നമുക്ക് വന്നു ഒരു കസ്റ്റമറിൽ നിന്ന് വന്ന് നമുക്ക് അതിന് പൊളൈറ്റായിട്ട് റെസ്പോൺസ് കൊടുക്കണം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് വരുന്ന ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. നമുക്കിപ്പോൾ എന്താണ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് ഔട്ട്പുട്ട് വേണമെങ്കിൽ ഗീവ് സമ്മറി ഓഫ് ബുള്ളറ്റ് പോയിൻറ്റ്സ് നമുക്ക് സ്റ്റൈല് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് ഓഡിയൻസിനനുസരിച്ചിട്ടാണോ നമുക്ക് കോണ്ടൻറ്റ് വേണം അതും കൊടുക്കണം. എനിക്കിപ്പം ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതൊരു 5 ഇയറിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പറയാം, അങ്ങനെ അത് ഭയങ്കര സിമ്പിൾ ലാംഗ്വേജ് എക്സ്പ്ലെയിൻ ചെയ്യും. അല്ലെങ്കിൽ ഭയങ്കര ടെക്നോളജി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഒരു 60 ഇയേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് അങ്ങനത്തെ രീതിയിൽ ഭയങ്കര സിമ്പിളായിട്ട് എന്താണ് നമുക്ക് പ്രോംപ്റ്റിൽ നിന്ന് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും.
അഡ്വാൻസ്ഡ് പ്രോംപ്റ്റിംഗ് ടെക്നിക്കാണ് ചെയിൻ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. സോ ചെയിൻ ഓഫ് തോട്ട് മെത്തഡോളജി എന്നുള്ള അഡ്വാൻസ് മെത്തഡോളജി പ്രോംപ്റ്റിംഗ് ടെക്നിക്കാണ്. ഈ ടെക്നോളജി നമ്മൾ സിസ്റ്റത്തിന് കറക്റ്റ് ഇൻഫർമേഷൻ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സിലൂടെ അതിൻ്റെ റീസണിങ് ക്യാപ്പബിലിറ്റി വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ജെയിൻ ഹാസ് 12 flowers. He gave 2 flowers to her mom and 3 flowers to her dad. How many flowers does she have left? ഓക്കെ, സോ ജെയിനിൽ 12 ഫ്ലവർ ഉണ്ടായിരുന്നു, 2 എണ്ണം അമ്മയ്ക്കും 3 എണ്ണം അച്ഛനും കൊടുത്തു. അപ്പോൾ നോർമലി എത്രയാണ്? 7 ഫ്ലവേഴ്സ്. സിമ്പിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് 7 ഫ്ലവേഴ്സ് എന്ന് പറയും. പക്ഷേ നമ്മൾ അതിന് സ്റ്റെപ്പ് കൊടുക്കണം. കാലത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ജെയിൻ ഗീവ് അവേ. ഓക്കെ, അപ്പോൾ 2 ഫ്ലവേഴ്സ് മമ്മിനും 3 ഫ്ലവേഴ്സ് ഡാഡിനും കൊടുത്തു ഈസ് ഈക്വൽ ടു ഫ്ലവേഴ്സ് ഗീവ് അവേ. സബ്ട്രാക്ട് ടോട്ടൽ ഫ്ലവേഴ്സ് ഗീവൺ അവേ ഫ്രം ദ ഇനിഷ്യൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ജെയിൻ ഹാഡ്. അപ്പം അങ്ങനെ കൊടുക്കാൻ, അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് കൊടുക്കുന്നു. ഇനി ജെയിൻ ഹാസ് ഡാഷ് ഫ്ലവേഴ്സ് ലെഫ്റ്റ്. ഇങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ചെയിൻ ഓഫ് തോട്ട്സ് നമ്മൾ തന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞ് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലി എടുത്തിട്ട് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൊടുത്തിട്ട് നോക്കാം. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്ത രീതിയിലനുസരിച്ചിട്ട് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ഇങ്ങനെ നമുക്ക് ചെയിൻ ഓഫ് തോട്ട്സ് അനുസരിച്ചിട്ട് എന്താണ് നമുക്കിത് മാത്തമെറ്റിക്കൽ പ്രോബ്ലംസും കാൽക്കുലേഷൻസും ഒക്കെ ചെയ്യാൻ വേണ്ടി തരുന്ന സമയത്ത് നമ്മൾ ചെയിൻ ഓഫ് തോട്ട്സ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇനി പറയാൻ വേണ്ടി പോകുന്ന ബോണസ് ടിപ്പാണ് ഒരു ടൂളിനെ കുറിച്ചാണ്. നമുക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂളിനെ കുറിച്ചാണ്. സോ നിങ്ങൾക്ക് chatx.ai എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് /chatgpt പ്രോംപ്റ്റ് ജനറേറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് chatx.ai-യുടെ ഹോം പേജ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ജനറേറ്റർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പേജിലോട്ട് വരും. ഈ പേജിൽ വന്നിട്ട് നമുക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് മെജോറിറ്റി ടൈം ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എറർ പോസിബിലിറ്റി ഉണ്ട്. ഞാനപ്പോൾ I want to act as a prompt engineering expert എന്ന് കൊടുക്കുകയാണ്. ക്രിയേറ്റ് എ ബ്ലോഗ് അബൌട്ട് ഡിഫറെൻറ്റ് prompt techniques. സോ അതിന് ജനറേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. സോ ഓട്ടോമാറ്റിക്കലി അതിനെക്കുറിച്ചുള്ള ഒരു പ്രോംപ്റ്റ് ജനറേറ്റായി വന്നു. സോ നമ്മൾ ഈ പ്രോംപ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇത് പ്രോംപ്റ്റ് എഞ്ചിനീയറിനെ കുറിച്ചുള്ള ഒരു ബേസിക്കുള്ള കൺസെപ്റ്റ് ഏകദേശമുള്ള പ്രോംപ്റ്റിൻ്റെ ബേസിക് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ടൂൾ ഭയങ്കര എഫിഷ്യൻറ്റും എഫക്റ്റീവുമാണ്. നിങ്ങൾക്കും ഇതുപോലെ പ്രോംപ്റ്റ് എഞ്ചിനീയറിൻ്റെ അഡ്വാൻസ് പോലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. യു ക്യാൻ കണക്ട് വിത്ത് us at ഈ കൊടുത്തിരുന്ന നമ്പറിൽ നമുക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ 97462123 എന്ന നമ്പറിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതുവരെ ഈ കോഴ്സ് കണ്ടതിനും ഇതിലെ ടെക്നിക്സ് പഠിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗം രേഖപ്പെടുത്തുന്നു. പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ അതിന് ഗുണം കിട്ടത്തുള്ളൂ. നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ പഠിച്ച കോഴ്സിനുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ പഠിച്ച 3 കാര്യങ്ങളോട് രേഖപ്പെടുത്തുക. ഇനി കാണാൻ വേണ്ടി പോകുന്നെങ്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്നെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു.